നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വിതരണം ഇന്നു മുതലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതുന്ന രക്ഷിതാക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വിദ്യാർത്ഥികളോട് പറയുക. NTA വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ഹാൾ ടിക്കറ്റ് ഇന്നു മുതൽ ഡൗൺലോഡ് ചെയ്യാം. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. പുനഃപരീക്ഷയിൽ 15 മിനിറ്റ് അധികം അനുവദിക്കും. 2 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ 5:15-നാവും അവസാനിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് മെയ് 3-ലെ നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയത്. അതിനെ തുടർന്ന് രാജ്യമുടനീളം പല വിദ്യാർത്ഥികളുടെയും ആത്മഹത്യകൾ നമ്മൾ കണ്ടു. ഞെട്ടലോടുകൂടിയാണ് ആ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതും. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ ഒരിക്കൽ കൂടി നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇന്നു മുതൽ അവർക്ക് ഹാൾ ടിക്കറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 15 മിനിറ്റ് അധിക സമയം ഇക്കുറി അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും കൗതുകമുള്ള കാര്യം, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഹൗസ് അറസ്റ്റിലാണ് എന്നുള്ളതാണ്. അവരെ ആർക്കും ബന്ധപ്പെടാനോ അവരുടെ വീട്ടുകാർക്ക് പോലും ബന്ധപ്പെടാനോ കഴിയാത്ത വിധം ഒരിടത്ത് അടച്ചിട്ടാണ് അവർ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരാഴ്ച മാത്രം സമയമല്ലേ? അരുൺ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് എക്സാമാണ് വരാൻ പോകുന്നത്. ഒരു തരത്തിലും ക്രമക്കേട് ഉണ്ടാകരുത്, ചോദ്യപേപ്പർ ചോരാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം ഇത്തവണ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് വിലയിരുത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഒരു പരീക്ഷ കൂടിയാണ്. കാരണം കഴിഞ്ഞ മെയ് മാസത്തെ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വലിയ പ്രതിസന്ധി നാണക്കേടുമാണ് ഉണ്ടാക്കിയത്. അതിനു പിന്നാലെ പല വിദ്യാർത്ഥികളും ആത്മഹത്യ സാഹചര്യം അടക്കമുണ്ട്. എന്താണെങ്കിലും നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ ഇത്തവണ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ട്രാൻസ്ലേറ്റർമാർ അടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോഴും ലോക്ക്ഡൌൺ ആണ് ഉള്ളത്. അവരെവിടെയാണെന്ന് അവരുടെ കുടുംബങ്ങൾക്ക് പോലും അറിയത്തില്ല. അത് മാത്രമല്ല, അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അനുമതിയില്ല, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ അനുമതിയില്ല. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഇത്തവണ ഈ ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ സഹായം അടക്കം ഇതിൽ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷ നടക്കുന്ന ഈ പരീക്ഷ ഹാൾ ടിക്കറ്റ് ഇന്നു മുതൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. NTA സൈറ്റിൽ ചെന്ന് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നൽകിയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ മാസം 21-നാണ് പരീക്ഷ. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ പരീക്ഷയ്ക്ക് സമയം ഉണ്ട്. 15 മിനിറ്റ് അധികം നൽകിയിരിക്കുന്നു. എന്താണെങ്കിലും ഇത്തവണയെങ്കിലും ചോദ്യപേപ്പർ ചോരാതെ മറ്റു പ്രശ്നങ്ങളില്ലാതെ പരീക്ഷ പൂർത്തിയാക്കുക എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെ ഏറ്റവും വലിയ കടമ്പ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, വിദ്യാർത്ഥി പ്രതിഷേധം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭമൊക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ പഴുതടച്ച സുരക്ഷയിലാണ് ഇത്തവണ പരീക്ഷ നടക്കാൻ പോകുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു നോബൽ മാരിക്കാരൻ.